എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു ഗോവിന്ദനോട് പറയണം, അതെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ കണ്ണേട്ടനോട് പറയാനായിട്ട് ഓഫീസിലേക്ക് ഓടി വന്ന് ആ സമയത്ത് കണ്ണേട്ടൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. എങ്ങനെ ഈ വിവരം പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടുന്ന സെറ്റപ്പുകളൊക്കെ മുറി ചെയ്തു വെച്ചേ. ആ സെറ്റപ്പുകളാ കാഞ്ചനൊക്കെ പൊളിച്ചെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അതുകൊണ്ട് എന്താ, നല്ല കാര്യമായില്ലെന്ന് ചോദിക്കുക. രാധികാമ്മയെ വരണം, എല്ലാ സത്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുക. അതുകൊണ്ട് എന്താ, എനിക്ക് കണ്ണേട്ടനോട് ആദ്യം പറയാൻ പറ്റില്ലോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എത്ര ആദ്യം എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നീ ഗർഭിണിയല്ലേ, എനിക്ക് അത് മാത്രം മതി എന്ന് പറയാം. ദേ ഇപ്പോഴ് എനിക്ക് നിന്നോട് കുറച്ചുകൂടെ സ്നേഹം കൂടുകയെന്ന് പറഞ്ഞ് ഗീതനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. പിന്നീട് ഗീതനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വീട്ടിൽ വിളിച്ച് വിവരം പറയണം. എന്താ, ഫോണ് വീട്ടിലേക്ക് വിളിക്കാൻ പറയണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അത് വേണ്ട. അതെന്താ, നേരിട്ട് പോയി പറയുന്നതിന്റെ സുഖം ഇങ്ങനെ പറഞ്ഞാൽ കിട്ടത്തില്ലോ, അതുകൊണ്ട് നമുക്ക് നേരിട്ട് പോയി പറയാന്ന് പറയണം. അങ്ങനെയാണെ കുഴപ്പമില്ല. അതിനുമുമ്പേ ആദ്യമേ വിജയലക്ഷ്മി അമ്മ എടുത്ത് പോണെന്ന് പറയണം. അതെന്തിനാ അവരുടെ അടുത്ത് പോന്നെ, ഈ വിവരം പറയാനായിട്ട്. ഇത് കേട്ടതും ഗോവിന്ദന്റെ മുഖം അങ്ങോട്ട് മാറി. ഓഹോ, അപ്പം ഇപ്പോഴും നിനക്ക് അവരെ വലുതല്ലേന്ന് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് പിണങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ വിജയലക്ഷ്മി അമ്മ സ്വന്തം അമ്മയല്ലേ, അവരോട് വേണ്ട വിവരങ്ങളൊക്കെ പറയാനെന്ന് ചോദിക്കുക. രഞ്ജുവും വിജയലക്ഷ്മി അമ്മയൊക്കെ എത്ര സന്തോഷിക്കുമെന്നറിയാവോ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ കണ്ണേടനപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, എന്റെ കുഞ്ഞു വിഷമിച്ചോട്ടെ. ഞാൻ വിഷമിക്കുവാണെങ്കിൽ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും വിഷമിക്കും. എന്റെ ഒരു ആഗ്രഹം പോലെ സാധിച്ചു തരാനായിട്ട് കണ്ണേണ്ട കൊണ്ട് പറ്റില്ലല്ലേന്ന് ചോദിക്കണം. ദേ നിന്റെ ഈ ബ്ലാക്ക് മെയിൽ ഉണ്ടല്ലോ, ഇത്രയും കാലം നീ നിന്റെ പേര് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരുന്നു. ഇപ്പോഴാണ്ട വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേര് പറഞ്ഞ് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇത് ശരിയല്ല കേട്ടോ ഗീതു എന്ന് പറയാം. പിന്നെ അങ്ങനൊന്നും ഇല്ല. അപ്പൊ കുഞ്ഞു വിഷമിച്ച ഗോവിന്ദന് ഒരു കുഴപ്പമില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗോവിന്ദൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയില്ല. അവസാനം പറഞ്ഞു, ശരി സമ്മതിച്ചിരിക്കുന്നു. ദേ ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ, എനിക്കറിയാം ഇനി നീ ഇപ്പം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോന്നെ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോ ഗീത് പറഞ്ഞു, അത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. ഇനിയിപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കണ്ണേണ്ണ അനുസരിച്ചാലാന്ന് ചോദിക്കും. പിന്നെ ഞാൻ അനുസരിച്ച് തന്നെയാ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ഗീതനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം സമനില തെറ്റിയ പോലെ രാധികാമ്മ വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാധികാമ്മ വരുണിനോട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ പ്രശ്നത്തിലായെന്ന് പറയാം. അല്ല അമ്മയ്ക്ക് എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? എടാ നിനക്കറിയത്തില്ലേ കാര്യം എന്താന്ന്? അല്ലെങ്കിൽ തന്നെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ട പോലെയായി എനിക്കിപ്പം. ആ ചേതൻ ഗ്രൂപ്പിന് വേണ്ട AGM-ന് ഒറ്റി കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ഓർത്ത് സമനില തെറ്റിക്കൊണ്ടിരിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നൊരു തോന്നല് എങ്ങാനും ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയണം. അമ്മ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ അതിനേക്കാളും വലിയ ഒരു സംഭവം ഇപ്പൊ നടന്നിരിക്കുന്നേ, ആ ഗീത് പ്രഗ്നന്റ് ആണ്. ഇതൊക്കെ എങ്ങനെ ദൈവമേ എങ്ങനെ സാധിച്ചു? നമ്മളെ എല്ലാരും കബളിപ്പിക്കുമായിരുന്നു. ആ കൂടെ അയ്യപ്പേണ്ണും രേഹയും പ്രിയ എല്ലാരും കൂടെ ചേർന്നു നമ്മൾ കബളിപ്പിക്കപ്പെട്ടെന്ന് പറയാണ്. വരുൺ പറഞ്ഞു, അമ്മ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാ. എങ്ങനെ വിഷമിക്കായിരിക്കൂടാ, ആ കുഞ്ഞു ഒരു കാരണവശാലും ജനിച്ചുകൂടാ. ആ കുഞ്ഞിനെ അതിന് മുളയെ തരാൻ നമുക്ക് അവിടെ നുള്ളാന്ന് പറയാണ്. ഇനി ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്ന അപകടമാണ്. സ്വത്തുക്കളുടെ എല്ലാം അവകാശമാണ് പിറക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവെന്ന് പറയാണ്. വരും പറഞ്ഞു, അത് ശരിയാമ്മേ, പക്ഷെ അമ്മ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതൊക്കെ ഉണ്ട്, എനിക്ക് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടെന്ന് പറയാം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ഹാളിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കണം. അപ്പൊ വൈകുന്നേരം 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരുമായിട്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഗീത ചോദിച്ചിട്ടും ഗോവിന്ദൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ സമയമാകുമ്പോൾ നീ അറിഞ്ഞാൽ മതിയെന്നോ ഒരു ക്ലൂ എങ്കിലും തരാൻ ഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ക്ലൂവും വേണ്ട, 5 മണിക്ക് നീ അറിഞ്ഞാൽ മതിയെ, സർപ്രൈസാ, അതിന്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാളിൽ നിൽക്കുന്ന സമയത്ത് കാഞ്ചന മധുരമൊക്കെ ആയിട്ട് വരുവാണ്, ലഡുവായിട്ട് വരുവാണ്. എല്ലാവർക്കും ലഡു കൊടുക്കുക. ആ സമയം വരുൺ 2-3 ലഡു കൊടുത്തു. രാധികാമ്മ ഇങ്ങനെയൊന്ന് നോക്കി പെട്ടെന്ന് വരണം തിരികെ അത് വെക്കുവാണ്. രാധികാമ്മയ്ക്ക് കൊടുത്തപ്പോൾ രാധികാമ്മ എടുക്കണോ വേണ്ടയോ എന്നറിയാതെ ഒരു നിമിഷം നിൽക്കുവാണ്. കാരണം ഇത് ഗീതു പ്രഗ്നന്റ് ആയതിന്റെ മധുരമാണ്. ഇത് കഴിക്കണോ വേണ്ടയോ, ഇനിയിപ്പോ എടുക്കാതിരുന്ന് എല്ലാവർക്കും സംശയം ആവുമല്ലോ എന്ന് കരുതി രാധികാമ്മ ഒരെണ്ണം എടുക്കുവാണ്. പിന്നീട് അത് കാഞ്ചന അങ്ങോട്ട് വെക്കണ സമയത്ത് അയ്യപ്പേട്ടൻ പറഞ്ഞു, ആഹാ മധുരമല്ലേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി ബാക്കി മുഴുവൻ ഞാൻ കഴിക്കും എന്നും പറഞ്ഞിട്ട് അതെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, അതെ ഗണപതിക്ക് ആദ്യം വെച്ചാണല്ലോ, പിന്നെ എന്തിനാ അത് മൊത്തം എടുക്കുന്നത്? അങ്ങനെ അത് മൊത്തം തിന്നിടാന്ന് പറഞ്ഞാൽ പാത്രത്തിന് പിടുത്തുവിടണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബലപരീക്ഷണം നടക്കുന്ന സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോ രാധികാൻ പറഞ്ഞു, കണ്ണ എത്ര സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നേ, നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അതൊരു വലിയ കാര്യം തന്നെയാന്ന് പറയണ, സന്തോഷകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇന്ന് സന്തോഷങ്ങളുടെ ദിനമാന്ന് പറയാം. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, സർപ്രൈസ് ആണെന്ന് മനസ്സിലായി, കാര്യം എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാം.
കാര്യമോ അത് പറയാം. പെട്ടെന്ന് രാധിക പറഞ്ഞു, ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് പറ കണ്ണാ നീ എന്ന് പറയണേ. അത് നമുക്ക് ആ പ്രോജക്റ്റ് തിരിച്ചു കിട്ടിയെന്ന് പറയണേ. ഷേണായ്സ് ഗ്രൂപ്പിന്റെ ഒരു ഞെട്ടലാണ് ഉണ്ടായത് വരുണിന്റെ രാധികാമ്മയ്ക്കും. തിരിച്ചു കിട്ടിയോ, അതെങ്ങനെ സാധിച്ചു? പെട്ടെന്ന് ഗീതി ചോദിച്ചു, അല്ല കണ്ണേട്ടാ അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കണം. അല്ല, നീ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഓരോ റിപ്പോർട്ട്സുകൾ അത് ഷേണായ്സ് സാറിന് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നല്ലോ. അങ്ങനെ സാറിന് അവസാനം ഈ ചേതൻ ഗ്രൂപ്പിന്റെ ഇത് പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ ചെയ്ത പ്രോജക്റ്റാണ്. ഏജിഎമ്മിന്റെ ഹൈജാക്ക് ചെയ്താണ് അവരിത് കൊടുത്തേക്കെന്നുള്ള കാര്യം. പിന്നീട് ഞാനങ്ങോട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ സാറിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച എമൗണ്ട് തന്നെ നമുക്കത് തന്നെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ ഗീതുവിന് ചേർത്ത് പിടിക്കുക. നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്. നീയാണ് ആ കൃത്യസമയത്ത് ഓരോ റിപ്പോർട്ടുകൾ കൊടുത്തോണ്ടിരുന്നത്. അത് നിന്റെ ബുദ്ധിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയത് എന്ന് പറയണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ രാധികാമ്മയ്ക്കും വരുണിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരവസ്ഥ നിൽക്കുക. മുഖമാണെങ്കിൽ കടന്ന ലോകത്തെ പോലെ ഇരിക്കുക. അത് ഗീതു ശ്രദ്ധിക്കുകയും ചെയ്തു. ഗീതു പറഞ്ഞു, അത് പിന്നെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഗോവിന്ദേട്ടാ, നമ്മൾ നേരായ വഴിയിൽ കൂടെ അല്ലേ പോയത്. അതുകൊണ്ട് നമ്മുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഫലം ഉണ്ടാവും എന്ന് പറയാം. അപ്പോഴേക്കും വരുണിന്റെ ഫോൺ അടിയിൽപ്പെടായിരുന്നു. വരുണിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലഡു എടുക്കുന്ന സമയത്ത്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സുവർണയെ വിളിക്കുന്നത്. വരുൺ ചാടി കോൾ എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ഫോണിങ് എടുക്കുവാണ് ചാടി. സുവർണ എന്നുള്ള പേര് കണ്ടു. പെട്ടെന്ന് ഗോവിന്ദ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വരുണ ഫോണെ ചാടി കയറി പിടിച്ചു. വേണ്ട ഗോവിന്ദേട്ട വേണ്ടാന്ന് പറയണം, മിണ്ടരെന്ന് കൈ കൊണ്ട് കാണിക്കണം. ഗോവിന്ദ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വരുണാണ് എന്ത് ചെയ്യണം എത്തില്ല. അങ്ങേത്തിറക്കി സുവർണ പറഞ്ഞു, അതെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു. ആ ഗോവിന്ദ് സാറ് എന്തൊക്കെയോ ഇന്നിടയ്ക്ക് എന്തോ തിരുകട പണികളൊക്കെ നടത്തി. അതുകൊണ്ട് ആ പ്രോജക്റ്റ് അവർക്ക് തന്നെ അവസാനം കിട്ടി. ഏഷ്യൻ കമ്പനിക്ക് തന്നെ കിട്ടി. നമ്മൾ ഇത്ര സമയം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി വരുൺ സാറേ. ഇനി ഇത് പാടില്ല എന്ന് പറയണം. അവരെ നശിപ്പിക്കാൻ ഓർത്തിരുന്നിട്ട്. അത് മാത്രല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മേടിച്ച പണമുണ്ടല്ലോ, പണം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ കൊടുക്കണമെന്ന് പറയാം. തിരികെ കൊടുത്തില്ലെങ്കിൽ ചേതൻ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാലോ, അവര് നമ്മളെ തേടി വരുമെന്ന് പറയാണ്. അത് കേട്ടതും വനി ഫോൺ വെക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ സ്പീക്കർ അങ്ങോട്ട് മറച്ചു വെച്ചു. പെട്ടെന്ന് അയ്യപ്പേട്ടൻ പുറകെന്ന് വന്ന് വരുണിന്റെ വായ അങ്ങോട്ട് പൊത്തുവാണ്. ഒരക്ഷരം സംസാരിക്കാനായിട്ട് സമ്മതിച്ചില്ല. സുവർണ പറയട്ടെ, കാരണം സുവർണയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം അവളുടെ മനസ്സിൽ നിന്ന് പുറത്തേടിക്കണം. അങ്ങനെ വീണ്ടും അല്ല എന്താ മിണ്ടാത്തേന്ന് ചോദിക്കുകയാണ്. പിന്നീട് സുവർണ വീണ്ടും അങ്ങോട്ട് പറയാൻ തുടങ്ങി, അതെ നമ്മുടെ പ്രോജക്റ്റ് ഈ തകർന്നു പോയെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കല്യാണം കുറച്ച് താമസിക്കായിരിക്കും. ഞാനും വരണേട്ടൻ നമ്മളെ കല്യാണം നടക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ആ രേഖ അതുവരെ വരണേട്ടൻ്റെ ഒപ്പം കഴിഞ്ഞോട്ടെ. അതിനുശേഷം അവളെ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ട് വരണേട്ടൻ എൻ്റെ ഒപ്പം പോരാൻ പറയാണ്. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന വല്ലാത്തൊരവസ്ഥയായി പോയി രേഖയുടെ കണ്ണെല്ലാം നിറഞ്ഞ് രേഖ അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വരുണേട്ടൻ ഇത്രയും നാളും തന്നോട് സ്നേഹം അഭിനയിച്ചും എല്ലാം വെറുതെ ആയിരുന്നു. ഇപ്പോഴും ആ സുവർണയുമായിട്ടൊരു കമ്പനിയുണ്ട്. അതിനേക്കാളുപരി ഈ കുടുംബത്തെ ചതിക്കാൻ നോക്കി. അതാണ് രേഖയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ വന്നേ. പിന്നീട് സുവർണ പറഞ്ഞു, അതെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ പൈസ എത്രയും പെട്ടെന്ന് തിരികെ കാണണം. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തിരികെ തന്നില്ലേ പ്രശ്നമാവും. എന്നിട്ട് ഹലോ ഹലോ എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ തലയ്ക്കുന്ന സൗണ്ട് കേട്ടില്ല. ശേ എന്നും പറഞ്ഞ് ആശെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ് സുവർണ. ഫോൺ കട്ട് ചെയ്ത് വരണ്ട വാ മൂടിയിരുന്ന അയ്യപ്പേട്ടൻ അങ്ങോട്ട് ആ കൈ അങ്ങോട്ട് മാറ്റുവാണ്. പെട്ടെന്ന് അയ്യപ്പേട്ടൻ വന്ന് ഗോവിന്ദന് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, അതെ ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ച ആരാണെങ്കിലും അത് സ്വന്തം അനിയനാണല്ലോ ശരി, അവനെ അങ്ങ് തീർത്തേക്കണം. അതെ കുഞ്ഞിന് മടിയാണ്, എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം ആ കർമ്മം എന്ന് പറയണം. എന്റെ ഈ വയസ്സനാം കാലത്ത് എന്തെങ്കിലും അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ഗീതു വരുണെ നോക്കുക. വരുണിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. രാധികാമ്മയുടെ മുഖം വിളറി വെളുത്തിരിക്കുക. രാധികാമ്മയ്ക്ക് മനസ്സിലായി പിടിക്കപ്പെട്ടു, ഇനിയിപ്പോ രക്ഷയില്ലെന്നുള്ള കാര്യം. വരുണാണെങ്കിലോ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നൊരവസ്ഥ വരുൺ നിൽക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, സുവർണ ഇത് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിലും നീ ആ കുറ്റക്കാരനെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. ഇത് കേട്ടോ വരുണിന്റെ അധികം ഞെട്ടി. എങ്ങനെയാ മനസ്സിലായെന്നല്ലേ? നീ ഓർക്കുന്നുണ്ടായിരിക്കും. അതെ ആ ലാപ്ടോപ്പ് ഗീതുവിന്റെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നീ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ ലാപ്ടോപ്പ് തുറക്കാണ്ട് ശ്രമിച്ചു. ആ സമയത്ത് ഗീതു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഗീതുവിനെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ ഗീതുവിന് എല്ലാ അർത്ഥങ്ങളും മനസ്സിലായി. കാരണം ഗീതു പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ ഞാനാ പറഞ്ഞത്. ഗീതു പാസ്വേഡ് തെറ്റിച്ചാ പറഞ്ഞാന്നേ. പക്ഷേങ്കിൽ നീ ആ ഒരു സന്തോഷിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് നീ പാസ്വേഡ് പോലും ശ്രദ്ധിച്ചില്ല. നിനക്ക് അറിയാമായിരുന്നു അതിന്റെ പാസ്വേഡ് ഏതാന്ന്. അതിട്ട് നീ അത് ഓപ്പൺ ചെയ്യുകയോ ചെയ്തേ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് കള്ളത്തരം മനസ്സിലായിരുന്നു പറയണം. ഇതിൽ പല ഒരു ഇത് വരുണിന് കിട്ടാനില്ല. പിന്നീട് വരുണിന്റെ അടുത്തേക്ക് എന്നിട്ട് ഗോവിന്ദ് ചോദിച്ചു, നിനക്ക് എങ്ങനെ തോന്നിയിടാ ഇതിന്? ഇത്ര ഇതായിട്ട് നിനക്ക് ഈ കുടുംബത്തെ ചതിക്കാനായിട്ട് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുക.
അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടുണ്ടായിരുന്നു രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രേഖ നേരെ ചെല്ലുവാണ് വരൻ്റെ അടുത്തേക്ക്. വരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം വരനേട്ടൻ ചെയ്യുക, ഇനിയെങ്കിലും വരനേട്ടന് എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ചോണ്ടിരിക്കുന്നത്? സത്യാവസ്ഥയല്ല എല്ലാവരുടെ മുന്നിൽ തുറന്നു വരാ. ആരെ രക്ഷിക്കാൻ വേണ്ട? വരനേട്ടന് ഒന്നാം പ്രതിയല്ല, വരനേട്ടൻ രണ്ടാം പ്രതിയാണ്. ഒന്നാം പ്രതിനെ ചൂണ്ടിക്കാണിക്കുക, എങ്കിൽ മാത്രം വരനേട്ടൻ ഇനി രക്ഷയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടിട്ടും വരണൊന്നും മിണ്ടിയില്ല. ഗീത പറഞ്ഞു, വരനേട്ടാ നിങ്ങൾ ആരെ രക്ഷിക്കാണ്ടാ ശ്രമിക്കുന്നേ? ഇതിനകത്ത് ഒന്നാം പ്രതി നിങ്ങളല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇനി എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ? അതുകൊണ്ട് ഉള്ള സത്യം കൂടെ തുറന്നു പറയുന്നത് നല്ലതെന്ന് പറയണം. രാധികാമ്മ ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുക. ഇവനെങ്ങാനും തന്റെ പേര് പറഞ്ഞ് അതോടുകൂടി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ രാധികാമ്മ നിൽക്കുകയാണ്. പിന്നീട് വരുൺ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പത്തേനും വീണ്ടും രേഖയാണ് ചെന്നിട്ട് പറഞ്ഞു, അതെ ഇനിയെങ്കിലും വരനേട്ടൻ പറ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു വരനേട്ടൻ ഈ നാടകം കളിച്ചേ? എന്നെ അപ്പൊ വരനേട്ടന് വേണ്ടല്ലേ? എന്നോടെല്ലാം ഇഷ്ടമില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും വരും പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇനി എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല രേഖേനെ എന്ന് പറയാണ്. ഇത് കേട്ടതും രേഖയ്ക്ക് വല്ലാത്തൊരു വിഷമമായി. പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്തപടി രാധിക വന്ന് വരനെ പിടിച്ചങ്ങ് തള്ളുവാണ്. ഇറങ്ങിപ്പോടാ നീ ഇവിടുന്ന്, ഈ കുടുംബത്തെ ചതിച്ചിട്ട് ഇവിടെ നിൽക്കാണ്ട് നോക്കുന്നു. രാധികയുടെ ഈ അഭിനയമൊക്കെ കണ്ട് എത്രയിടം വരെ പോകുന്നറിയാൻ വേണ്ടി ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു നിമിഷം പോലും നിന്നെ കണ്ടേക്കില്ലെന്ന് പറയാണ്. പെട്ടെന്ന് രേഖ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ വരനേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ആ ഒപ്പം തന്നെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. വരനേട്ടന്റെ ഭാര്യ, ഞാൻ വരനേട്ടൻ്റെ ഒപ്പോഴാണ് താമസിക്കുന്നത്, അല്ലാതെ ഞാനിവിടെ തനിച്ച് താമസിക്കുന്ന പ്രശ്നമില്ലെന്ന് പറയാണ്. വരൻ ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? അതിന് നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലോ, പിന്നെ നീ എന്തിനാ എന്നോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖയ്ക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, നീ എന്താടാ പറയണേ? നീ അഗ്നിസാക്ഷിയായിട്ട് താലിയെട്ടി പെണ്ണാ ഇവള്, അവളെ നിനക്ക് വേണ്ടെന്നോ? പിന്നെ അഗ്നിസാക്ഷിയായിട്ട് റൂമിൽ വെച്ച് പിടിക്കപ്പെടുമെന്ന് വന്നു കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പം എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചല്ലേന്ന് ചോദിക്കും. രേഖയ്ക്ക് സമനില എത്തുന്ന പോലെ തോന്നി. രേഖ വന്നിട്ട് ചോഹോ, അപ്പൊ നിങ്ങൾ എന്നെ ഒരു തെരുവുവേശിയെ പോലെയാണോ കണ്ടിരിക്കുന്നത്? അത് ആ രീതിയിലാണ് നിങ്ങൾ എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ നല്ല മോഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല വരണേട്ടാ. ഈ രേഖ ആരും നിങ്ങളെ കാണിച്ചു തരുമെന്ന് പറയണം. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പൊ എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല. രാധികാമ്മയാന്നുള്ള സത്യം വരൻ അവിടെ നിന്ന് വിളിച്ചു പറയോ? ഇപ്പൊ രാധികാമ്മനെ കൂടെ മിക്കവാറും അടിച്ചു പുറത്താക്കും ഗോവിന്ദ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.